നമസ്കാരം. പ്രായമേറുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് കാൽസ്യത്തിൻ്റെ ആഗിരണം കുറഞ്ഞിട്ടൊക്കെ എല്ലുകൾക്ക് ശരിയായിട്ടുള്ള ഒരു ബലമില്ലാത്തതുപോലെയും അല്ലെങ്കിൽ എല്ലിന് പോറോസിറ്റി വന്ന തേയ്മാനം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ശരിയായിട്ടുള്ള രക്തപ്രവാഹമൊന്നും നടക്കുന്നില്ല, ശരീരത്തിലാകെ വേദനയും നീർക്കെട്ടും അനുഭവപ്പെടുന്നു, ചില സമയത്ത് നടക്കാൻ പോലും ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. ഇങ്ങനെ ബുദ്ധിമുട്ടുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെയുള്ള ഒരു കാര്യം ഉപയോഗിച്ച് നോക്കാം കേട്ടോ. ഇതിന് ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരുപാടേറെ ആരോഗ്യ ഗുണങ്ങൾ, ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാര മാർഗമായിട്ടും പ്രത്യേകിച്ച് ഈ ഒരു കർക്കിടക മാസത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുപോലെ ഈ വീഡിയോയുടെ അവസാനം മറ്റൊരു ടിപ്പ് കൂടെ പറയുന്നുണ്ട്. ഇത് മുട്ടുവേദനയൊക്കെയുള്ള മുട്ടുവേദന ഇതുപോലുള്ള ജോയിൻറ്റുകളിൽ എവിടെയെങ്കിലും വേദനയുണ്ടെങ്കിൽ ഈ ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻറ്റിൻ്റെ കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കി ഉപയോഗിച്ച് പുറമേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു രീതിയാണ്. ഇങ്ങനെ ചെയ്താൽ ശരീരത്തിൽ വേദനയും നീർക്കെട്ടൊക്കെ പെട്ടെന്ന് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. കാരണം ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്തത് ആരൊക്കെ എന്നുള്ളതൊക്കെ തന്നെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ ഡോക്ടർ സജിത ആദിജി. ഇതുവരെ ഇതെന്ന് സൂചിപ്പിച്ചത് കുലത്ത അല്ലെങ്കിൽ മുതിരയെ കുറിച്ചിട്ടാണ്. മുതിര പലർക്കും ഇഷ്ടമാണെങ്കിൽ പോലും ഒരു വിഭാഗം ആളുകളെങ്കിലും അതിന് ടേസ്റ്റ് വൈസ് അത്ര പോരാ എന്നും പറഞ്ഞ് തള്ളിക്കളയാറുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ശരീരത്തിനൊരു ഉഷ്ണഗുണം കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് മഴക്കാലത്ത് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഒന്നാണ്. ശരീരത്തിന് നല്ല കരുത്ത് നൽകാനും ഈ പറഞ്ഞിട്ടുള്ള ഒരുപാടേറെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും മുട്ടു തേയ്മാനം പോലുള്ളതോ അല്ലെങ്കിൽ ശരീരത്തിലുള്ള വേദനകൾ കുറയ്ക്കാനോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. കഫവാതഹരോ രൂക്ഷോ അശ്മരി ശ്വാസകസജിത്ത് എന്നുള്ളത് ഈ മുതിരയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് കഫവാത ദോഷങ്ങളുള്ള ആളുകൾക്ക് അത് കുറയ്ക്കാൻ ഏറെ നല്ലതാണ്. അതുപോലെ മൂത്രക്കല്ല് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ തന്നെ ഈ ഒരു മുതിര പ്രത്യേക രീതിയിൽ കഴിച്ചാൽ ചെറിയ കല്ലൊക്കെ ആണെങ്കിൽ അത് അതിൽ തന്നെ പൊടിഞ്ഞ് യൂറിനോട് കൂടി പുറന്തള്ളപ്പെടാറുണ്ട്. അപ്പോൾ അത്തരം കേസിലോ അല്ലെങ്കിൽ ശ്വാസകാസങ്ങളിൽ നമുക്ക് ചുമയോ കഫക്കെട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ ആസ്മ രോഗികളൊക്കെ ഉണ്ടാവില്ല, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ആ കേസിലൊക്കെ ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും. ഇതിനൊക്കെ ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. ഇത് മുതിര പല വിഭവങ്ങൾ നമുക്ക് തയ്യാറാക്കാം. ഒരു പിടി മുതിര എപ്പോഴും ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 8 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം എന്നുള്ളതേ ഉള്ളൂ. അതിനുശേഷം എല്ലാവർക്കും പരിചയമുള്ളതാണെങ്കിൽ പോലും രസം തയ്യാറാക്കുന്ന ഒരു രീതിയുണ്ട്. നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ഈ ഒരു വെന്ത മുതിരയെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള വെള്ളത്തിലേക്ക് നമുക്ക് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് അതൊരു സൂപ്പ് പോലെ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ രസം ഉണ്ടാക്കുന്നത് പോലെ തന്നെ കായം, വെളുത്തുള്ളി, മുഴുവനായിട്ടുള്ള മല്ലി, ജീരകം ഇങ്ങനെയൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കുമല്ലോ. ഈ തയ്യാറാക്കുന്നതിന് കൂടെ നമ്മൾ വെള്ളമായിട്ട് ചേർക്കുന്നത് തക്കാളിയൊക്കെ ചേർത്തതിന് പുളിയൊക്കെ ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഈ ഒരു മുതിര വെള്ളം ചേർത്തിട്ട് അത് രസം രൂപത്തിൽ തന്നെ തയ്യാറാക്കി ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ എളുപ്പമുള്ളൊരു മാർഗം, നമുക്ക് ശരീരത്തിലെ അമിതമായിട്ട് വണ്ണമുള്ള ആളുകളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വയറ് ചാടിയിട്ടുള്ള ആളുകളിൽ, അങ്ങനെ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത് നന്നായിട്ട് വറുക്കുക എന്ന് പറയുമ്പം എണ്ണയൊന്നും ഇല്ലാതെ തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊട്ടി പൊട്ടി വരുന്ന ഒരു കളറൊക്കെ ചേഞ്ചായി വരുന്ന ഒരു സമയമുണ്ടല്ലോ, ആ ഒരു ഗോൾഡൻ കളർ മാറി ആ ഒരു കളറായി വന്നു കഴിഞ്ഞാൽ അതിനെ ഒന്ന് തണുത്തതിന് ശേഷം നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ച് നല്ലൊരു ബോട്ടിലിൽ ടൈറ്റായിട്ട് സൂക്ഷിക്കാം. എന്നിട്ട് രാവിലെ ഒരു 1-1.5 ഗ്ലാസ് വെള്ളത്തിലേക്ക്, നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു 1/2 സ്പൂൺ ഈ ഒരു കുലത്ത പൗഡർ അല്ലെങ്കിൽ മുതിരപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് തേന് ചേർക്കാം, ഇതും കൂടെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ശരീരത്തിന് നല്ല ഒരു ഭാരം കുറവ് അല്ലെങ്കിൽ വെയിറ്റ് കുറയാനൊക്കെ തന്നെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഈ പൊടി തന്നെ ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളിലും മുതിർന്നവരിലും ഒരുപോലെ വളരെ സ്വീറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാൽസ്യം പ്രശ്നമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഉപയോഗിക്കേണ്ട മറ്റൊരു രീതി പറയാം. ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നതിൽ മുതിര അതുപോലെ തന്നെ റാഗി പൊടി നന്നായിട്ട് നെയ്യിൽ വറുത്തെടുക്കാം, അല്ലെങ്കിൽ സാധാരണ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അവൽ വറുത്ത് മാറ്റി വയ്ക്കുക, എള്ള് നന്നായിട്ട് വറുത്ത് മാറ്റി വയ്ക്കുക, ബദാം, കാഷ്യൂ, പൊട്ടുകടല, നിലക്കടല ഇതെല്ലാം തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അതിന് ശേഷം ഇത് നല്ല പൊടിച്ച് എടുത്ത് നല്ലൊരു മിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈറ്റുള്ള ഒരു ജാറിലാക്കി വെച്ച് കഴിഞ്ഞാൽ ആവശ്യാനുസരണം തേങ്ങയും ചക്കര അല്ലെങ്കിൽ കരിപ്പെട്ടി പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ മിക്സ് ചെയ്തിട്ട് ആവശ്യമുള്ള സമയത്ത് കഴിക്കാനായിട്ട് എടുക്കാം. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ കാൽസ്യം കൂട്ടുന്നു എന്നുള്ള രീതിയിലല്ല, എല്ലാ രീതിയിലും ഒരു നല്ലൊരു എനർജി തരാനായാലും ഈ മുതിരയും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് മുതിരയുടെ എല്ലാ ഗുണങ്ങളും കിട്ടുകയും ചെയ്യും. ശരീരത്തിൽ ഇതുപോലെ എല്ലിൻ്റെ ബലമൊക്കെ കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ അത്
നികത്താനൊക്കെ വളരെ നല്ലൊരു മാർഗ്ഗമാണ്. മുതിര നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക, അതുപോലെ വറ്റൽമുളകും. ഇനി അതിലേക്ക് തേങ്ങ, വെളുത്തുള്ളി, ചെറിയൊരു പീസ് പുളി, ഉപ്പ്, മേമ്പൊടിക്കായിട്ട് കായപ്പൊടി എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കുക. അതിനുശേഷം അല്പം വെളിച്ചെണ്ണയും തൂവിയിട്ട് നമുക്കൊരു ചമ്മന്തിയായിട്ട് തന്നെ തയ്യാറാക്കി ഉപയോഗിക്കാവുന്നതാണ്. ഇനി മുതിര കറി രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റും. അതിനായാലും വറുത്ത മുതിര നല്ല ക്രിസ്പിയായി മുതിര പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് തേങ്ങ വറുക്കാനായിട്ട് എടുക്കുന്നതിൽ ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, അതുപോലെ അല്പം മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വറുത്ത് മാറ്റി വെച്ചിട്ട് ഈ വറുത്തെടുത്ത മുതിര പൊടിച്ചു വെച്ച പൊടിയുണ്ടല്ലോ അത് നന്നായിട്ട് വെള്ളവും ചേർത്തിട്ട് തിളപ്പിച്ച് ഈ ഒരു അരപ്പും കൂടെ ചേർത്ത് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുതിര കറി റെഡിയായി. ഇങ്ങനെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൽ അയൺ, കാൽസ്യം, പ്രോട്ടീൻ, ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതുപോലെ ഡയൂററ്റിക്, നമുക്ക് യൂറിൻ നന്നായിട്ട് പോവാൻ സഹായിക്കുന്നുണ്ട്. ഇനി മലബന്ധമുള്ള ആളുകളാണെങ്കിലോ IBS അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകണം ഭക്ഷണം കഴിഞ്ഞാൽ എന്നുള്ളൊരവസ്ഥ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉണ്ടെങ്കിൽ, ശരീരഭാരം കുറയ്ക്കാനായാൽ ഒക്കെ നമുക്ക് നല്ലതാണ്. വയറ് പെട്ടെന്ന് ഫില്ല് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് വിശക്കില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ല. തടി കുറയ്ക്കാൻ നല്ലൊരു മാർഗ്ഗമാണ്. ഇനി ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളാണെങ്കിലോ ഓസ്റ്റിയോപോറോസിസ് ഉള്ളവരാണെങ്കിലോ ഹൃദയ പ്രശ്നങ്ങൾ വരാതിരിക്കാനും ഒക്കെ ഇതിനെ ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ പയറിൽ ഏറ്റവും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇത് എന്ന് വേണം പറയാനായി. അല്ലെങ്കിൽ ബോഡി ബിൽഡ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ പ്രോട്ടീൻ അത്യാവശ്യമായി വരുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ നല്ല ഒരു മിക്സാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുതിര പുഴുങ്ങിയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു പൊടിയാക്കി തയ്യാറാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രോട്ടീൻ പൗഡറായിട്ടും ഉപയോഗിക്കാനായിട്ട് പറ്റും. ഈ ശരീരത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ പസ് നിറഞ്ഞിട്ടുള്ള പരുക്കൾ പോലെ വരുന്നുണ്ട് ശരീരത്തിൽ എന്നുണ്ടെങ്കിലും, ഹൈപ്പർ അസിഡിറ്റി, ചെറിയ അസിഡിറ്റി ഒന്നുമല്ല, വളരെ അസഹ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ശരീരത്തിലുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് അമിതമായിട്ട് ഉപയോഗിക്കരുത്. എപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷെ അമിതമായിട്ടുള്ള ഉപയോഗം നല്ലതല്ല. ഇനി കഫ വാതദോഷങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസം എന്നുള്ളത് വളരെ പഥ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ബോഡി ഹീറ്റ് വളരെ കൂടുതലുള്ള ആളുകളാണ് വേനൽക്കാലത്തൊന്നും അധികം ഉപയോഗിക്കേണ്ടതില്ല. ഇനി പുറമേക്കുള്ള ആ ഒരു സീക്രട്ട് അപ്ലിക്കേഷൻ പറയട്ടെ. ഇത് നിങ്ങൾക്ക് മുട്ടുവേദനയും പ്രശ്നങ്ങളൊക്കെ മാറാണ്ട് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ശരീരത്തിൽ അവിടെ ഇവിടെയും വേദന നേർക്കിട്ടും മാറുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിലേക്ക് എടുക്കുന്നതാണ് ഫസ്റ്റ് ചോയ്സ്. അതിന് പുറമേ നമുക്ക് പുറമേക്കൊരു ആശ്വാസം കിട്ടാനായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു മുതിരക്കിഴി ാണ്. ഒരു ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ ആവശ്യമില്ലാത്ത ഒഴിവാക്കിയിട്ടുള്ള ഒരു പാൻ എടുക്കുക. അതിലേക്ക് കല്ലുപ്പും ഈ മുതിരയും ഒരേ അളവിൽ എടുക്കുന്നതാണ് വേണ്ടത്. മുതിര ആദ്യം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തൊരു മുക്കാൽ ഭാഗമാവുന്ന സമയത്ത് ഒരു പിടി കല്ലുപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പരുത്തി തുണിയിൽ ഇതൊരു കിഴി കെട്ടിയെടുക്കുക. എന്നിട്ട് ആ ഒരു ചൂട് നിലനിർത്തിക്കൊണ്ട് തന്നെ വേദനയുള്ള ഭാഗങ്ങളിൽ ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് നമുക്ക് കുത്തി കൊടുക്കാം. ഇനി ഇത് ചൂട് പോകുന്ന സമയത്ത് വീണ്ടും ചൂടാക്കുന്നു. ഈ തുണി കരിഞ്ഞു പോകരുത്. ആ രീതിയിൽ വളരെ മൈൽഡായിട്ടുള്ളൊരു ഫ്ലെയിമേ പാടുള്ളൂ. അതിൽ ചൂടാക്കിയെടുത്ത് വീണ്ടും ഇതുപോലെ കുത്തി കൊടുക്കാവുന്നതാണ്. ഇനി ഇത്തരം മുതിരക്കിഴി തയ്യാറാക്കുമ്പോഴേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. ഇതിൽ വാതദോഷവും കഫദോഷവും ഒക്കെ കൂടിയിട്ടുള്ള കേസിൽ, അതായത് ആമവാദമുള്ള കണ്ടീഷനാണ് എന്നുണ്ടെങ്കിൽ അതെങ്ങനെ മനസ്സിലാക്കും എന്നുള്ളതല്ലേ. ശരീരത്തിൽ അവിടെ നീർക്കെട്ടും വേദനയും ഒരുപോലെ ഉണ്ടാവും. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമുക്കിത് മറ്റൊന്നും ചേർക്കാതെ, എണ്ണ ചേർക്കാതെ തന്നെ ഇതുപോലെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ല മാറ്റം കാണാൻ പറ്റും. ഇനി അത് സന്ധിവേദനകളാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ അധികം ആ ഭാഗങ്ങളിലൊന്നും തന്നെ നീർക്കെട്ട് അധികമായിട്ടുണ്ടാവില്ല, പക്ഷെ നല്ല വേദനയുണ്ടാവും. പിന്നെ കാലുകൾ ആ ഭാഗമൊക്കെ ശോഷിച്ചിരിക്കും. ഇങ്ങനെയുള്ള സന്ധിവേദന കേസിലാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പെയിന് എന്ത് ഓയിലാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ കിഴി കുത്തി കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്നും മുതിര ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്തൊരു കേസുണ്ട്. അത് രക്തവാതം കേസാണ്. അതെങ്ങനെ മനസ്സിലാക്കാം? ചില ഭാഗങ്ങളിൽ സന്ധികളിൽ നല്ല റെഡിഷ് ആയിട്ടുള്ള ഒരു ഡിസ്കളറേഷൻ ഉണ്ടാവും. അതോടുകൂടിയിട്ടുള്ള വേദനയൊക്കെയാണെന്നുണ്ടെങ്കിൽ അത്തരം സമയങ്ങളിൽ മാത്രം മുതിര ഉപയോഗിക്കേണ്ടതായിട്ടില്ല. ഇനി ഇതുപോലെ മുതിരയൊക്കെ ഉപയോഗിക്കുന്ന സമയത്തായാലും നീരും വേദനയും കുറയ്ക്കാനായിട്ട് ഒരു പിടി ചെറുളയുടെ ഇല എല്ലാവർക്കും പരിചിതമായിട്ടുള്ളതാണ്. മഴക്കാലത്തൊക്കെ നമ്മുടെ തൊടിയിലൊക്കെ ഇഷ്ടം പോലെ കാണുന്നതാണ്, പറമ്പിലൊക്കെ. അപ്പോൾ ഇതൊരു പിടി ഇല നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വെള്ളത്തിലിട്ട് അടച്ചു വെച്ച് തിളപ്പിച്ചിട്ട് ഒരു 1/4 ഭാഗമാക്കി വറ്റിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് മാത്രമല്ല, നമുക്ക് ഇത് ഒരു എണ്ണ രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് പുറമേ നിന്നൊന്നും വേദനയ്ക്കായിട്ടൊരു ഓയിൽ വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇത്തരം ഓയിലുകളും തയ്യാറാക്കാം. ഒരു 30 ഗ്രാം മുതിര 2 ഗ്ലാസ് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച്
വറ്റിച്ചെടുത്ത് അതിൻ്റെ ആ ഒരു വെള്ളം ഒരു ഗ്ലാസ്സാക്കി വറ്റി കഴിഞ്ഞാൽ ആ ഒരു വെള്ളം സത്ത് മാറ്റി വെക്കാം. എന്നിട്ട് അതിലേക്ക് അല്പം ഓയിലും കൂടെ ചേർത്തിട്ട്, അതിൽ ഓയിലിന് കടുകെണ്ണ നമുക്ക് വേദനയുള്ള ഭാഗങ്ങളിലൊക്കെ അപ്ലൈ ചെയ്യാൻ അത്തരം കടുകെണ്ണ നല്ലതാണ്, അല്ലെങ്കിൽ നല്ലെണ്ണ എടുക്കാം. എന്നിട്ട് അത് വളരെ ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായി വറ്റിച്ച് ലാസ്റ്റ് അതിൽ വെള്ളമൊക്കെ തന്നെ പൊട്ടിപ്പോയി കഴിഞ്ഞ് അതൊരു എണ്ണ രൂപത്തിലേക്ക് മാറുന്നത്, പതയൊക്കെ വന്ന് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ രീതിയിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം ഒരു ബോട്ടിലാക്കി വെച്ച് വേദനയുള്ള ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യാനായിട്ടും എടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ടിപ്പുകളൊക്കെ മുതിര ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് വീട്ടിൽ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ആശ്വാസകരമാവുന്ന കുറച്ച് ടിപ്പുകളായിരിക്കും ഇന്നത്തേത്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.